നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മുതൽ 2026 ഏപ്രിൽ 14 വരെയുള്ള ഈ വർഷത്തെ വിഷുഫലം എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം. മീനശനി ഇടവ വ്യാഴം 1200 മീനമാസം 30 ഞായറാഴ്ച ഉദിച്ച് 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രത്തിലാണ് മകരലഗ്നത്തിൽ ഈ വർഷത്തെ മേഷ വിഷു സംക്രമം. ഈ വർഷത്തെ അശ്വതി നക്ഷത്രക്കാരുടെ വിഷുഫലം വലിയ അഭിവൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. വിഷുവശാൽ ആയവ്യയങ്ങൾ നോക്കുന്ന സമയത്ത് അശ്വതി നക്ഷത്രക്കാർക്ക് മധ്യശൽക്കമായതിനാൽ സമ്പൽ സമൃദ്ധി, അതായത് സാമ്പത്തികമായിട്ടുള്ള ലാഭം, സമ്പത്ത് വർദ്ധിക്കാനുള്ള യോഗമുണ്ട്. അത് പുതിയ പ്രവൃത്തിയിലൂടെയൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കൂടാതെ കണ്ട് മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ കൂടി സാമ്പത്തിക ലാഭം നേടാനുള്ളൊരു യോഗമാണ് കാണുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ ലാഭം വർദ്ധിപ്പിക്കാൻ ആയിട്ട് സാധിക്കും. അശ്വതി നക്ഷത്രക്കാർ പ്രവൃത്തി എടുക്കുന്ന സ്ഥലത്ത് നേതൃത്വം ഏറ്റെടുക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകാനായിട്ട് യോഗമുള്ള വർഷമായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരിൽ നിന്നും ആഭരണം, വസ്ത്രം എന്നിവകളൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടാനൊക്കെയുള്ള യോഗമുണ്ട്. അതേപോലെ ഈ വർഷത്തെ ആയവ്യയം ചിന്തിക്കുമ്പോൾ എത്രയാണോ വരുമാനമുള്ളത് അതിൻ്റെ ഒരു ഇരട്ടിയോളം ചെലവ് വരാനും യോഗമുള്ള വർഷമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ ധനം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പലരിൽ നിന്നും സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുണ്ട്. പക്ഷേ ഭാവിയിൽ അതിൻ്റെ പേരിൽ രണവാൻ എന്ന് പറയുന്നൊരു യോഗം ഉണ്ടാകാനും സാധ്യതയുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് യോഗമുള്ള ഒരു വർഷമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് യോഗമുള്ള ഒരു വർഷമാണ്. പുത്രസംബന്ധമായിട്ടുള്ള ചില ദുഃഖങ്ങൾക്കും മാനസികമായിട്ടുള്ള ടെൻഷനും യോഗമുള്ള ഒരു സമയമാണ്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായി അനുകൂലമായിട്ടുള്ള വർഷമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.